എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ് 2 ക്ലാസ്സുകാരോട് ചോദിച്ചാൽ പോലും ബ്രേക്കപ്പ്, ക്രഷ്, ബെസ്റ്റി ഇതൊക്കെ വളരെ ഫെമിലിയറായി അവരുടെ ഇടയിൽ. അവരുടെ ഇടയിലേക്ക് നമ്മൾ ഈ ലഹരി, ജീവിതത്തിൻ്റെ ലഹരിയെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ ലഹരിക്ക് പുറത്തുനിന്ന് രാസത്വരകങ്ങളെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കും, നമ്മൾ ഉൽപ്രേരകങ്ങൾ ഇട്ട് കൊടുക്കും, കാറ്റലിസ്റ്റ് ഇട്ട് കൊടുക്കും. അതുപോലെ അവരവരുടെ ജീവിതത്തിൻ്റെ പ്രവാഹത്തിന് അതിൻ്റെ വേഗം കൂട്ടാനോ കുറയ്ക്കാനോ വസ്തുക്കൾ ഇട്ട് കൊടുക്കുന്ന, അതാണ് വാസ്തവത്തിൽ ലഹരി വസ്തുക്കളായി മാറുന്നത്. ലഹരി മനോഹരമായ പദമാണ്, ലഹരി ഏറ്റവും സ്വീകാര്യമായ പദവുമാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞ് ലഹരി എന്തോ കുഴപ്പമെന്നാണ്. ലഹരി അനിവാര്യമാണ്. ജീവിതത്തിൻ്റെ ലഹരി, വായനയുടെ ലഹരി, സ്നേഹത്തിൻ്റെ ലഹരി, കാരുണ്യത്തിൻ്റെ മഹാലഹരി, അതൊരു കടലാണ്, എളുപ്പമല്ല അതിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ചൊരിയവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെയ്യവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നാണ്. നമ്മുടെ ഇക്കാലത്തെ 2K കിഡ്സ് നോട്ട്സ് നിത്യനിർമ്മല പൗർണമിയൊക്കെ ചോദിച്ചാൽ അവർ വേറെ പണിയില്ലേ എന്നാ ഇത് പറഞ്ഞു പോകും. കുറ്റമല്ല, കാലം അതിവേഗമാണ് മുമ്പോട്ട് പോകുന്നത്. അറിവിനെ, നേരത്തെ പറഞ്ഞ വിവരങ്ങൾ ഒരുപാടിടത്തുനിന്ന് കിട്ടും. കുട്ടികളെ നമ്മൾ ഈ പുസ്തക വായനയിലേക്കോ, പുസ്തക വായന മാത്രമല്ലല്ലോ ഈ വായനയുടെ കാലത്താണ്, പക്ഷെ വായനയ്ക്ക് ഒന്നാമത് വെക്കാനുള്ളൊരു കാര്യം, വായന എന്ന ആശയത്തെ, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ തന്നെ കുറച്ച് വിപുലമായിട്ട് കാണാൻ നമ്മളും ശ്രമിക്കേണ്ടതുണ്ട്. വായന നല്ലൊരു നോട്ടവും വായനയാണ്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊടുന്നതും ഒരു വായനയാണ്. മനുഷ്യരെ വായിക്കുക, ഹ്യൂമൻ ലൈബ്രറി എന്ന കൺസെപ്റ്റ് വേറെയാണ്. പക്ഷേ അടുത്തിരിക്കുന്ന കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ തൊടുമ്പോൾ ആ സ്പർശത്തിലൂടെ അറിയുന്ന ഒരു അകത്ത വായനയുണ്ട്, ഒരു അകവായന. അതൊരു ഗാഠപാരായണമാണ്. നമ്മൾ ഉള്ളുകൊണ്ട് വായിച്ചെടുക്കുന്നത്. അങ്ങനെ ഉള്ളുകൊണ്ട് വേറൊരാളെ വായിച്ചെടുക്കാൻ കഴിയുന്നൊരു മാനസിക നില. സാറ് നേരത്തെ പറഞ്ഞതിനകത്ത് കിടക്കുകയാണ് എൻ്റെ കാര്യം മുഴുവനും. നമ്മൾ കൃത്യമായ അതിര് നിശ്ചയിച്ച ഒരു ചെറിയ ക്ലാസ് മുറിക്കകത്തേക്ക് ഏറ്റവും വിജൃംഭിതമായ ഒരു കാലത്തെയാണ് കൊണ്ട് തളച്ചിട്ടിരിക്കുന്നത്. നമുക്ക് അടിയന്തരമായിട്ട് അവരെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്, വേറൊരു കാര്യവുമില്ല. കൗമാരകാലം നമുക്കറിയാം ഏറ്റവും ഊർജ്ജോൽപാദനത്തിൻ്റെ, അതിൻ്റെ സയൻറ്റിഫിക്കായ കാര്യങ്ങൾ ഡോക്ടർ പറയും. നമുക്ക് ഈ വായിച്ചുള്ള അറിവ് മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. ആ പ്രായം ഏറ്റവും കുതറിച്ചാട്ടത്തിൻ്റെ, ഒരു പക്ഷേ പഴയ ചലച്ചിത്രത്തിൻ്റെ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇളക്കങ്ങളുടെ ഒക്കെ വേണേനും അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇളക്കങ്ങളുടെ, ബഹളങ്ങളുടെ, ഏറ്റവും ഏറ്റവും തോന്നുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ അരാജകം എന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്ന ചില ഇടപെടലിലേക്ക് പോകാനൊക്കെയുള്ള ഊർജം, ആ ഊർജ്ജമാണ് നാടിനെ നിർമ്മിച്ചത്. ലോകത്തെ ഇതുവരെയുള്ള ചരിത്രകാരനാണ്. ലോകത്ത് ഇതുവരെയുള്ള ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഏത് മാറ്റത്തിൻ്റെ മുന്നിലും ചെറുപ്പക്കാരുടെ ഇങ്ങനെ ഇടം വലം നോക്കാതെയുള്ള, അപ്പുറവും ഇപ്പുറവും എന്തെന്ന് നോക്കാതെയുള്ള ചെറുപ്പക്കാരുടെ എടുത്തുചാട്ടം എന്ന് മുതിർന്നവർ വിളിക്കുന്ന ആ എടുത്തുചാട്ടമാണ് പലപ്പോഴും ചരിത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പന്തം കൊളുത്തി പ്രകടനത്തിൻ്റെ മുതലുള്ള ചരിത്രം അങ്ങനെയാണ്. യുവാക്കളാണ് നമ്മളെ മുന്നേ നയിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകാൻ അവരെ എത്രമാത്രം നമ്മൾ വിടുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഏറ്റവും കായികമായി, ശാരീരികമായി ഏറ്റവും കൂടുതൽ എക്സസൈസ് വേണ്ടി വരുന്ന, ഊർജത്തിൻ്റെ വെളിയിലേക്ക് പോക്ക്, പ്രസരിപ്പിക്കൽ വേണ്ടി വരുന്ന ഒരു കാലത്താണ് ആൺകുട്ടിയെയും പെൺകുട്ടിക്കും, കായികാധ്യാപകരില്ലാത്ത കലാലയമെന്നും സ്കൂളെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണിനും പെണ്ണിനും ഈ ഊർജ്ജം എങ്ങോട്ട് പോകുന്നു എന്നാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ബഹുവിധ ഭാഷാ പഠനങ്ങളിലേക്കാണ്. കയറ്റി അയക്കാനുള്ള ഉരുപ്പടികളായിട്ട് ഇവരെ കണ്ടതു മുതൽ ഇവരെ ഇങ്ങനെ പലവിധ പഠന പ്രക്രിയയിലേക്ക് നയിക്കുകയാണ്. എപ്പോഴാണ് ഇവർ ഓടുക, എപ്പോഴാണ് ഇവർ ചാടുക? ഓട്ടവും ചാട്ടവും, അത് പുറത്ത് ശരീരം കൊണ്ടെങ്കിൽ ഉള്ളിൽ നടക്കേണ്ട ഒരു ഓട്ടവും ചാട്ടവുമുണ്ട്. അതെവിടെ നടക്കുന്നു? അതിന് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. വാസ്തവത്തിൽ അവരെ അനുവദിച്ചു കൊടുക്കാത്ത അത്ര വിധത്തിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ സമ്പ്രദായങ്ങളിൽ പടിപടിയായി നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ, നമ്മൾ വളരെ പുരോഗമനമെന്ന് കരുതി മുമ്പോട്ട് വെച്ച ആശയങ്ങൾക്ക് അതിന് ഗുണപരമായ വശങ്ങളുണ്ട്. ആ ഗുണപരമായ വശങ്ങൾ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പാർശ്വഫലങ്ങൾ നമ്മൾ കാണാതെ പോയി എന്നുള്ളതാണ്. ആ പാർശ്വഫലങ്ങളെ ഒരു ഭാഗത്ത് കാണുകയും, അത് വേറൊരു കാര്യത്തിൽ തുടർച്ച വരുന്നത്, ലാവണ്യാനുഭവം, സൗന്ദര്യാനുഭവം എന്നത് മനുഷ്യരുടെ മനസ്സിൻ്റെ എത്ര വലിയ ആർദ്രതയായി മാറുന്നു എന്ന് നമ്മൾ ഒരു ചെറിയൊരു പാഠപുസ്തകത്തിലെ ഒരു ലേഖനം തയ്യാറാക്കുമ്പോൾ, ഒരു പാഠ്യക്രമം തയ്യാറാക്കുമ്പോൾ മുതൽ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അതായത് നേരത്തെ പറഞ്ഞ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികളെന്ന് പരാവർത്തനത്തിന് എഴുതി പറയുകയല്ല ചെയ്യേണ്ടത്, അതിനനുസരിച്ച് മാറ്റം വരികേണ്ടതുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അപരൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കുന്ന കാലത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിനപ്പുറത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ പ്രേരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? എൻട്രൻസിൻ്റെ തൊട്ട് മുകളിലത്തെ റാങ്ക് ലിസ്റ്റിൽ, ആ റാങ്ക് ലിസ്റ്റിലെ തൊട്ട് മുകളിലത്തെ ആൾ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇവരൊന്ന് കൊഴിഞ്ഞു പോയിട്ട് വേണം എനിക്ക് കടക്കാൻ. അങ്ങനെ ഈ വിവിധ മത്സര പരീക്ഷകളിലേക്ക് തയ്യാറെടുപ്പിക്കുന്ന യന്ത്ര റോബോകളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുത്തതിൽ ഒക്കെ നമുക്ക് റോളുണ്ട് ഒരു തലമുറയ്ക്ക്. ഇപ്പം നിങ്ങളുടെ എല്ലാം ഞങ്ങളുടെ തലമുറയ്ക്കടക്കം റോളുണ്ട്. ആ പങ്കിനെക്കുറിച്ച് പോയ വണ്ടിയിൽ കയറാനാവില്ല. പക്ഷേ ആ റോളിനെക്കുറിച്ച് നല്ല ബോധ്യപ്പെട്ടുകൊണ്ട് അടിമുടിയുള്ള പരിഷ്കരണങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഇവരെ പെട്ടെന്ന് തിരിച്ചു വിളിച്ചെത്തിക്കാൻ കഴിയില്ല. നമ്മുടെ ലൈബ്രറികളിൽ എന്തുകൊണ്ടാണ് പുസ്തകം വായിക്കാൻ എത്താത്ത കുട്ടി വൈകിട്ട് PSC ക്ലാസ്സിൽ കൃത്യമായിട്ട് എത്തും? കാരണം അവൻ്റെ മുമ്പിൽ ജീവിത ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ രാഷ്ട്രീയ ബോധ്യമാണെന്നോ അവർ വായിച്ചിട്ടില്ലെന്നോ അല്ല ചിന്തിക്കേണ്ടത്. അവർ ജീവിതത്തെ ഈ പറഞ്ഞ ജാതി മത ഈ ശ്രേണികളെയൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് പുതിയ തലമുറ കുഞ്ഞുങ്ങൾ. അവരൊട്ടും മോശക്കാരല്ല. അവർക്ക് പക്ഷേ മറ്റ് ചില സ്പേസുകൾ, മറ്റ് ചില ഇടങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ ബോധപൂർവമുള്ള ഇടപെടൽ. ഇപ്പോൾ ഇത്തരം ഒരു കൂട്ടായ്മയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും അവരുടെ മുമ്പിലേക്ക് എത്തുന്നത് ഏത് പ്രായക്കാർ. കുട്ടികൾ അവരവർക്ക് വേണ്ട പുസ്തകങ്ങൾക്ക് എത്തുന്നത് പലപ്പോഴും ലൈബ്രറികളായിരിക്കും വരിക. എങ്കിലും കുട്ടികൾ എത്തുന്നത് അവരുടെ ടേസ്റ്റ്, അവരുടെ താല്പര്യം. ഇപ്പോൾ വായനയിൽ വരുന്ന വലിയൊരു മാറ്റത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പൈങ്കിളി എന്നൊക്കെ വിളിച്ച് മാറ്റി വെച്ചിരുന്ന പുസ്തകങ്ങൾ വലിയ രീതിയിൽ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം പുതിയ കുട്ടികൾക്ക് അത് മതി എന്ന് മാത്രമല്ല, അവർ വായനയെ കുറച്ചുകൂടി റിലാക്സ് ചെയ്യാൻ അവർക്ക് ഈ ഭാരങ്ങൾക്കെല്ലാം ഒപ്പം നേരത്തെ പറഞ്ഞ സ്കൂളുകളിൽ പോകാതെ എൻട്രൻസിന് മാത്രമായി പോകുന്ന സംവിധാനം കേരളത്തിൽ ആയിക്കഴിഞ്ഞു പലയിടത്തുനിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്കൂള് പേരിന് മാത്രവും വെറും അറ്റൻഡൻസിന് മാത്രവും ഒരു പരീക്ഷ എഴുതാനുള്ള സംവിധാനവും, മറിച്ച് അതിലും കൂടുതൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ട്. അല്ലാത്ത ആളുകൾ മറ്റു വിധത്തിലേക്കും. അങ്ങനെ മാറുന്നിടത്ത് ഈ പറഞ്ഞ ഒരേ സമയമുള്ള ചികിത്സ, അകമേ പരിണാമം വരുത്തുന്ന ഒരു ചികിത്സ അത് നമുക്കടക്കം വേണമെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ മാത്രമല്ല നമുക്കടക്കം ആ മാറ്റം വരുത്തിക്കൊണ്ട് പാഠ്യപദ്ധതിയിൽ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളിലും ഒരു മാനവിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൃതി അത് പഠിക്കാനുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ മലയാള പ്രസ്ഥാനത്തിൻ്റെ സമരകാലം മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഭൂമിയുടെ അവകാശികളാണ്. സിമൻറ്റ് കൂട്ടുമ്പോൾ, കല്ല് നിശ്ചയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാലം പണിയുമ്പോൾ ഈ ഭൂമിയുടെ അവകാശികളായ എല്ലാവരെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടിയാണ് ഒരു പ്രദേശത്തൊരു നിർമ്മിതിയിലേക്ക് കടക്കേണ്ടതെന്ന ബോധ്യം ഓരോ നേരത്തെ പറഞ്ഞ സോഷ്യൽ എൻജിനീയേഴ്സിനുണ്ടാകുന്നത് പോലെ സാധാരണ എൻജിനീയേഴ്സിനുണ്ടാകേണ്ടത്. ആരോഗ്യനികേതനവും അരനാഴിക നേരവും ഒന്ന് വായിച്ചു പോകുന്ന ഒരു ഡോക്ടർ വ്യത്യസ്തയായ ഡോക്ടറായിരിക്കും, തർക്കമൊന്നും വേണ്ട. അപ്പോൾ ആ രീതിയിൽ പാഠ്യക്രമത്തിൽ, അതായത് വളരെ ചെറിയ ക്ലാസ്സിലെ പാഠ്യക്രമം മുതൽ പടിപടിയായി കെട്ടി ഉയർത്തുന്ന ഈ മാനവിക ബോധ്യത്തോടു കൂടിയുള്ള അതിൻ്റെ രൂപപ്പെടുത്തൽ, ഒന്ന് ക്ലാസ് മുറിയുടെയും അതിൻ്റെ ഉള്ളിലെ വിന്യസനത്തിലടക്കം മാറണം. പൊക്കത്തിലിരിക്കുന്ന അധ്യാപകനും താഴെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും എന്നുള്ള കൺസെപ്റ്റൊക്കെ എന്നോ പോകേണ്ടിയിരിക്കുന്നു. വട്ടത്തിൽ അവർക്ക് ഇരിക്കാൻ കഴിയട്ടെ. പാരസ്പര്യത്തോടുകൂടി പരസ്പരം കണ്ടുകൊണ്ട് കണ്ണിൽ നോക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളിരിക്കുന്ന ഈ ഒരുപാട് ഹയർ സെക്കൻഡറി അധ്യാപകരോട്, മാഷത്തിരി അനുഭവിച്ചായിരിക്കും, ഹയർ സെക്കൻഡറി അധ്യാപകരോട് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ എങ്ങനെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല എന്ന് പറയുന്ന അധ്യാപക സുഹൃത്തുക്കൾ നമുക്കുണ്ട്. എങ്ങനെയാണ്? ഭൂകമ്പം എന്നാണ് പലപ്പോഴും, ഓരോ ദിവസം ഓരോ ഭൂകമ്പം എന്നാണ്. അവരുടെ ഉള്ളിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകണം ആ പ്രായത്തിൽ. അവരുടേത് ചെറിയ ഭൂകമ്പങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ശാസ്ത്രീയ വശത്തിൽ ഡോക്ടർക്ക് പറയാൻ കഴിയും. ആ ചെറിയ അവരുടെ ഭൂകമ്പങ്ങളാണ് അവരുടെ സർഗാത്മകത. ഏറ്റവും സർഗാത്മകമായ, ഏറ്റവും ഊർജം നിൽക്കുന്ന ആ പ്രായത്തെ ഏറ്റവും ക്രിയേറ്റീവായിട്ട്, ഏറ്റവും സർഗാത്മകമായിട്ട് വഴിതിരിച്ച് വിടാനുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ സാധ്യമാക്കേണ്ടതുണ്ട്. അതിന് നല്ല ഉപാധി ഈ പറഞ്ഞ പുസ്തകങ്ങളാണ്. നമ്മൾ സ്വപ്നം കാണുന്നത് അങ്ങനെയാണ്. 60ഓടടുക്കുന്ന ഞങ്ങളുടെയൊക്കെ തലമുറ കഥാപാത്രങ്ങളെ ആയി രൂപം മാറി നടന്നവരാണ്. വായിച്ച് സാറ് ഈ പറഞ്ഞ വിശാലമായ ക്യാമ്പസും വിശാലമായ ഗ്രന്ഥശാലകളും വിശാലമായ എല്ലാ തുറസ്സുകളും ഉള്ളിടത്ത് ഞങ്ങൾക്ക് എത്ര എടുത്ത് പ്രവേശനം ഉണ്ടെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എത്ര പേർക്ക് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ, അത് ഞങ്ങളൊക്കെ പഠിച്ച കോളേജിൽ പെൺകുട്ടികൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലം ഉണ്ടായിരുന്നു. ഇലക്ഷൻ കാലത്ത് നോമിനേഷൻ കൊടുക്കും ചിലർ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടികൾ ഇരിക്കുന്നിടത്തേക്ക് കടക്കാൻ വേണ്ടി മാത്രമെങ്കിലും വോട്ട് ചോദിച്ചെങ്കിലും വരാനായിട്ട് അതിൽ വരുന്ന ക്യാമ്പസുകളുണ്ട്. അത്തരം ക്യാമ്പസുകളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ട്, നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത്, ഞങ്ങൾക്കൊക്കെ ആകെ ഉള്ള സ്വപ്നം, ഞങ്ങൾ പെൺകുട്ടികൾക്കുണ്ടായിരുന്ന വലിയ
സ്വപ്നങ്ങൾ ഞങ്ങൾ വായനയിലൂടെ സാക്ഷാത്കരിച്ചത്. കാണാത്ത നാടുകളിലേക്ക് സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത, കടന്നു പോകാൻ അവകാശമില്ലാത്ത, ഇറങ്ങി നടപ്പിന് അവകാശമില്ലാത്ത ഒരു തലമുറയിലെ പെൺകുട്ടികൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉപയോഗിച്ചിരുന്നത് പുസ്തകങ്ങളായിരുന്നു. കാണാത്ത നാടുകളിലേക്ക് പോകാൻ, എത്താത്ത ഇടങ്ങളിലേക്ക് പോകാൻ ഒക്കെ ഞങ്ങൾ പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇക്കാലത്തെ പെൺകുട്ടി വേണ്ട, മൊബൈലെടുക്കുന്നു, പുതിയ വിവരങ്ങൾ അന്വേഷിക്കുന്നു. വിവരം മാത്രമാണത്, പുതിയ വിവരങ്ങൾ അന്വേഷിക്കുന്നു. എല്ലാ വിവരങ്ങളും കിട്ടുന്നവരാണ് പുതിയ കുട്ടികൾ. പറഞ്ഞു വയ്ക്കുന്നത്, അവസാനിപ്പിക്കുന്നത് സൂക്ഷ്മചിന്തയിലൂടെ, വിശകലനത്തിലൂടെ, വലിയ വായനയിലൂടെ. വലിയ വായന എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പുസ്തക വായന മാത്രമല്ല. പുസ്തകം വായിക്കുന്ന ഒരാൾ അറിവിൻ്റെ പുതിയ ഇടങ്ങളിലേക്ക് പോകും. അത് ഈ വായനയാവാം, മനുഷ്യരുടെ വായനയാവാം, പ്രകൃതിയുടെ വായനയാകാം. വീട്ടുമുറ്റത്ത് പൂത്തു നിൽക്കുന്ന ഒരു പൂവിനെ കണ്ടാൽ ആ പൂവ് തന്നോട് ചിരിക്കുന്നുവെന്ന് തോന്നുന്നിടത്തേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുന്ന വായനയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ, അങ്ങനെ എത്താനുള്ള എന്തൊക്കെ ഇടപെടൽ നമുക്ക് സാധ്യമാകുമോ അതൊക്കെ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമമാണ്. ഇങ്ങനെയുള്ള കൂടിയിരിപ്പും വർത്തമാനങ്ങളും ഒക്കെ അതിനുള്ള പരിശ്രമങ്ങൾ കൂടിയാണ്. കാരണം അതിന് പറ്റിയ ഇടം ഈ ഇടം തന്നെയാണ്. അപ്പോൾ വായന അങ്ങനെ ഒരു തുറസായ ലോകത്തേക്ക്, സ്വതന്ത്രമായ ലോകത്തേക്ക്, അതും പറയേണ്ടതുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഏക സ്വതന്ത്ര ലോകമാണ് വോട്ടവകാശത്തിന് മുമ്പ്. പിന്നീട് കിട്ടിയ ഏക സ്വാതന്ത്ര്യം വോട്ടവകാശമായിരുന്നു. അപ്പോൾ വോട്ടവകാശത്തിന് മുന്നേ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന പരമ സ്വതന്ത്ര ലോകത്തെ അങ്ങേയറ്റം ഉപയോഗിച്ചവരായി. ബംഗാളി നോവലുകൾ വായിച്ച് ഓരോ ബംഗാളി കഥാപാത്രമായിട്ട് മാറി കൽക്കത്തയിൽ പോകാനുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ച ഞങ്ങളുടെയൊക്കെ തലമുറ, ഞങ്ങളൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടാണ്, ആ സ്വപ്നത്തിലൂടെയാണ് കടന്നു പോകലും അതിജീവനത്തിനുള്ള ഊർജ്ജം കണ്ടെത്തിയത്. ഓരോ മഹാകൃതിയും അതിജീവനത്തിനുള്ള ഊർജ്ജം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പുതിയ കാലത്തെ കുട്ടികൾക്കത് വേണ്ട. അവർക്ക് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു വിരലമർത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വിവരത്തെ ഒരു പടി കടന്ന് അറിവാക്കി മാറ്റാനും ആ അറിവിനെ, അവർ രൂപപ്പെടുത്തിയ അറിവിനെ തിരിച്ചറിവി മാറ്റാനുമുള്ള ഒരു പ്രോസസ്സിലാണ് സൊസൈറ്റിക്ക് ഇടപെടാൻ കഴിയുക. അതാണ് സാറ് നേരത്തെ പറഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ചെയ്യേണ്ടത്. കിട്ടുന്ന വിവരങ്ങളെ അറിവാക്കി മാറ്റാനും അറിവിനെ തിരിച്ചറിവാക്കി മാറ്റാനും ആ തിരിച്ചറിവ് ഒരു സാമൂഹ്യ നിർമ്മാണ പ്രക്രിയയായിട്ട് മാറ്റാനും ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുമോ? അവരത്ര മിടുക്കരാണ്. എനിക്ക് നമ്മുടെ ഓരോ തലമുറ കഴിയുമ്പോഴും എത്ര മെച്ചപ്പെട്ട കുട്ടികളാണ്. ഒരു മൂന്ന് പതിറ്റാണ്ടോളം ക്യാമ്പസിൽ നിന്ന ഒരാളെന്ന നിലയിൽ ആ വ്യത്യാസം ഓരോ 10 വർഷം കഴിയുമ്പോഴും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസം നമ്മൾ കണ്ട ആളുകളാണ്, തിരിച്ചറിയുന്നവരാണ്. വളരെ മിടുക്കരായിട്ടുള്ള, വളരെ വിശാല ഹൃദയരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു തരം നമ്മുടെ ഒരു തലമുറ കൈമാറിയിരുന്ന ഈ ജാതി മത ബോധ്യങ്ങളെയൊക്കെ അതിനിഷ്കരുണം തള്ളിക്കളയുന്നൊരു കൂട്ടരെയാണ് ഞാൻ കണ്ടിരുന്നത്. എന്തിനാണ്? ട്രാൻസ്ജെൻഡർ വിഷയങ്ങളിലൊക്കെ അവരെടുക്കുന്ന പോസിറ്റീവായ സമീപനം ഞങ്ങൾ അധ്യാപകർ അവരെ കണ്ടാൽ പഠിച്ചത് പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് മുന്നെയാണ്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചോർന്നു പോയ ചില മൂല്യങ്ങളുണ്ട്. അത് കൂട്ടിച്ചേർത്ത് കൊടുക്കാൻ അത് പടിപടിയായിട്ട് വന്നു പോയതാണ്. ഈ പറഞ്ഞ പോലെ വളരെ ഗുണപരമായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയ ചില പ്രക്രിയകൾക്കിടയിൽ വന്നുപോയ ചില കാര്യങ്ങളാണ്. അത് തിരുത്താൻ ഒരു സൊസൈറ്റി ഒന്നിച്ച്, ഒരു സമൂഹം ഒന്നിച്ച്, ഭരണ സംവിധാനം ഒന്നിച്ച്, അതിന് സഹായകമാകുന്ന, അതിന് ഇന്ധനം പകരുന്ന ഒരുപാട് ഏജൻസികളിൽ പ്രധാനമാണ് ഈ ഗ്രന്ഥശാലകൾ, നമ്മുടെ ഗ്രന്ഥപുരകൾ. അവർക്ക് വലിയ റോളുണ്ട് നിർവഹിക്കാൻ എന്നുള്ളത് കൂടിയാണ് നമ്മുടെ കൂടിയിരിപ്പിൻ്റെ പ്രധാനപ്പെട്ട തലമെന്ന് ഞാൻ കരുതുന്നു.